ശരിക്കും ഈ ഒരു യാത്ര അടിപൊളിയായി. ഏറെ നാൾ പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം അട്ടപ്പാടിയിലെ ജെല്ലിപ്പാറ. 11 മണിയോടുകൂടി ബൈക്കിൽ യാത്ര തുടർന്നു. ദൂരെ നിന്ന് ഗരുഡൻ കല്ല് കണ്ട് ഇടയ്ക്ക് വഴിയരികിൽ വണ്ടി നിർത്തി ചുരമിറങ്ങി വരുന്ന വണ്ടികളും പിന്നെ മരത്തിൻ്റെ മുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുരങ്ങന്മാരൊക്കെ കണ്ട് പതിയെ യാത്ര തുടർന്നു. ജെല്ലിപ്പാറയിലെത്താൻ കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു ചായയും ഒരു പഴംപൊരിയും കഴിച്ച് പതിയെ നടന്നു തുടങ്ങി. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ മേലോട്ടുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. തന്നെയല്ല, ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ കൂടിയാണ്. എപ്പോഴും പ്രവേശനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏകദേശം 2 കിലോമീറ്ററോളം ഈ കാണുന്ന പോലുള്ള വഴികളിൽ നമ്മൾ നടക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള അടയാള കല്ലുകൾ കാണാൻ പറ്റും. മഴ പെയ്ത പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ ചെളിയും മണ്ണും പുരണ്ട ഒരു വഴിയാണ് നമ്മൾ നടന്ന് അകലേണ്ടത്. നടക്കുമ്പോൾ കുറച്ചുകൂടി കെയർഫുള്ളായിട്ടിരിക്കണം. കാരണം ഇടുങ്ങിയ വഴിയാണ്, 2 സൈഡിലും കാടാണ്. പോകുന്ന വഴിയിൽ ഇടയ്ക്ക് കുഞ്ഞിനെ ഒറ്റയ്ക്ക് നടത്തി നോക്കി. പക്ഷേ അറിയാലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴി വന്നപ്പോൾ അവൻ സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങി. ഇടയ്ക്ക് കൈ പിടിച്ചൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് നമ്മൾ തോളിലേറ്റ് നടക്കേണ്ടി വരും. ഇതൊരു 1ാമത്തെ വ്യൂ പോയിൻ്റാണ്. ഇവിടെ നമുക്ക് നിന്ന് മനോഹരമായിട്ട് ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. നിർഭാഗ്യവശാൽ ഞങ്ങൾ ചെന്ന ടൈമിൽ ഫുള്ള് വെയിലായിരുന്നു. വെയിൽ കൊണ്ട് വാടി തളർന്നിട്ടാണ് മേലെത്തിയത്. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തതിന് ശേഷം വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് യാത്ര പിന്നെയും തുടർന്നു. എവിടെ പോകുന്നേ? മിണ്ടുന്നില്ലല്ലോ. വല്യപ്പാറല്ല, ജെല്ലിപ്പാറ. നടക്ക്. ഇടയ്ക്ക് വിശ്രമിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. മുള കൊണ്ട് തണലൊരുക്കിയ പ്രകൃതിയുടെ സ്ഥലം. അവിടുന്ന് പതിയെ നടന്ന് കുറച്ചകലെ ചെല്ലുമ്പോൾ ഇതുപോലെ മനോഹരമായ കുന്നുംപുറങ്ങൾ കാണാൻ പറ്റും. ശരിക്കും ഇതാണ് ജെല്ലിപ്പാറ. ഇവിടെ നോക്കിയാൽ ദൂരെ നമുക്ക് കുറേ കെട്ടിടങ്ങളും മറ്റും നമുക്ക് കാണാൻ പറ്റും. മുകളിലെത്തിയത് നട്ടുച്ച നേരായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പലപ്പോഴും വീഡിയോസും ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്കത് പ്രകടമായിട്ട് കാണാൻ പറ്റും. ഇങ്ങോട്ട് വരുന്നത് ഓടാനും ചാടാനും പിന്നെ കുറേ നേരം നടക്കാനും ഒക്കെ മനസ്സുണ്ടെങ്കിൽ വന്നെങ്കിൽ മാത്രമാണ് നമുക്കത് ആസ്വദിക്കാൻ പറ്റുക. പണ്ട് ആരോ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, ഏറ്റവും കഠിനമായ കയറ്റത്തിന് ശേഷമാണ് ഏറ്റവും നല്ല മികച്ച കാഴ്ച ലഭിക്കുന്നതെന്ന്. കുഞ്ഞിനാണെങ്കിൽ ആദ്യമായിട്ട് ചോക്ലേറ്റ് കിട്ടിയ സന്തോഷത്തിലാണ്. ദൂരെ നടന്നകലുന്ന മറ്റു യാത്രക്കാർ നമുക്കതിൽ കാണാൻ പറ്റും. പച്ച വിരിച്ച മൊട്ടക്കുന്ന് ഇങ്ങനെ നമ്മൾ നോക്കി നിന്ന് പോകും. വീണ്ടും ആ മൊട്ടക്കുന്നിലേക്കുള്ള പ്രയാണം തുടരുന്നു. കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ഞാനും അവനും ആ ചെറു വഴിയിലൂടെ ഇങ്ങനെ നടന്നു. പതിയെ പതിയെ പതിയെ. ഈ സ്ഥലത്തിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് ഈ പച്ച വിരിച്ച മൊട്ടക്കുന്നുകൾ തന്നെയാണ്. മൊട്ടക്കുന്നുകൾക്ക് ചുറ്റും നമുക്ക് നിന്ന് നോക്കിയാൽ ദൂരെ നീണ്ട മലനിരകളും മഞ്ഞും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓടിക്കരിക്കോ?
ഇവിടെ നോക്കിയാൽ ദൂരെ നമുക്ക് വിൻമിൽസ് കാണാൻ പറ്റും. കുഞ്ഞിനാണെങ്കിൽ കല്ലുകൊണ്ട് പാറയിൽ എന്തോ വരച്ച് കളിക്കുന്നു. ദൂരെ അങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറച്ചകലെയായിട്ട് ഒരു കാഴ്ച കണ്ടു. എനിക്കത് അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും ഹൈറ്റുള്ള ആ മലയുടെ മുകളിലോട്ട് 2 പശുക്കൾ ഇങ്ങനെ നടന്നു വരുന്നു. പച്ച പുല്ല് തേടിയുള്ള അവയുടെ നടത്തം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറി തുടങ്ങി. ദൂരെ മഴ പെയ്തു തുടങ്ങി. മഴ ചാറ്റലും. നല്ലൊരു വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് ഈ ഒരിടം മിസ്സാക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ അതുകൂടി ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. തിരിച്ചു വരുമ്പോൾ ഓപ്പോസിറ്റുള്ള ആ മലയിൽ കൂടി കയറാൻ തീരുമാനിച്ചു. ഇവിടെ എത്തിയപ്പോൾ ചുറ്റും കോടമഞ്ഞായിരുന്നു. ശരിക്കും ഒരു സ്വർഗ്ഗഭൂമി പോലെ. ശരിക്കും ഇത് കാണാൻ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്. ഇടയ്ക്ക് അവിടുത്തെ ഒരു പ്രദേശവാസിയായ യുവാവിനെ കണ്ടുമുട്ടി. വീഡിയോ എടുത്തോട്ട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ തലമുടിക്കൊന്ന് സ്റ്റൈലാക്കിയിട്ട് പതിയെ കുറച്ചകലെ നിൽക്കുന്ന കല്ലിലോട്ട് നടന്ന് ഒരു പോസ് തന്നു. ഇതാ ഇതുപോലെ. കുറച്ച് നേരം സംസാരിച്ച് ആ പുള്ളിക്കാരൻ മഞ്ഞിലൂടെ പതിയെ പതിയെ മറഞ്ഞു പോയി. പുള്ളിക്കാരൻ പറഞ്ഞത് ഞങ്ങൾ നേരത്തെ പോയിരുന്ന മലമുകളിൽ ഇടി തട്ടിയിട്ട് പാറ 2 പിളർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടിയുള്ള സമയങ്ങളിൽ ഇവിടെ വരുന്നത് ഡേഞ്ചറാണ്. മഴ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങിയപ്പോൾ തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. വീണ്ടും ആ പഴയ ചെളി പിടിച്ച കഠിനമായ വഴിയിലൂടെ. ശരിക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. വെയിൽ, മഴ, മഞ്ഞ് അങ്ങനെ. തിരിച്ചിറങ്ങുമ്പോൾ മനസ്സിലൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ: അടുത്ത യാത്ര എവിടേക്ക്, എപ്പോൾ? യാത്രകൾ ഇനിയും തുടരും.